CPI കഞ്ഞിക്കുഴി ലോക്കൽ സമ്മേളനത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. കഞ്ഞിക്കുഴി നെടുഞ്ചിറ കാനം രാജേന്ദ്രൻ നഗർ നടന്ന പൊതുസമ്മേളനം CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് അടിസ്ഥാനം അതിനുള്ള അംഗീകാരമായി പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം, പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന ചരിത്ര പ്രാധാന്യമേറിയ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടത്താൻ സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുകയും ആ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങൾക്കെല്ലാം അടിസ്ഥാനപരമായി ശിലപാകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ള വസ്തുത ആരും വിസ്മരിക്കുവാൻ പാടില്ല. ഇന്ന് കേരളം കാണുന്ന നേട്ടങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആയിരനിരക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിലാണെങ്കിലും പൊതുവായ വികസന കാര്യങ്ങളിലാണെങ്കിലും എല്ലാം മറ്റ് സംസ്ഥാനങ്ങളോടെല്ലാം മറ്റു പല രാജ്യങ്ങളോടും തുലനം ചെയ്യാവുന്ന രീതിയിൽ ഈ കേരളം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഗതസംഘം പ്രസിഡന്റ് NR മനോഹരൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗതസംഘം സെക്രട്ടറി PS അനീഷ് സ്വാഗതവും KR സുഗലാൽ നന്ദിയും പറഞ്ഞു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CA അരുൺകുമാർ, KB ബിമൽ റോയ്, S പ്രകാശൻ, R സുഗലാൽ, ബൈരഞ്ജിത്ത്, KB ഷാജഹാൻ, MD സുധാകരൻ, R രവിപാലൻ, MD മുരളി, ഷീല പാപ്പച്ചൻ, അജയ് കൃഷ്ണൻ, പ്രസന്ന മുരളി എന്നിവർ പ്രസംഗിച്ചു. യമുനയുടെ തീരത്ത് ഉത്തർപ്രദേശിന്റെ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ എന്ന് പറയുന്ന മനോഹരമായൊരു സൗധമുണ്ട്. ഷാജഹാൻ ചക്രവർത്തി തന്റെ പ്രിയതമയായ മുംതാസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വെണ്ണക്കല്ലിൽ തീർത്ത മനോഹരമായ സൗധമാണ് താജ്മഹൽ. യോഗി ആദിത്യനാഥിന്റെ സംഘപരിവാർ സംവിധാനം പറയുന്നത് താജ്മഹലിന്റെ അടിയിൽ യമുനയുടെ തീരത്ത് ശിവലിംഗമുണ്ട്, അവിടെ ശിവന്റെ ക്ഷേത്രമുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നാളെ ഈ താജ്മഹൽ പൊളിച്ചു നീക്കണമെന്ന് യോഗി ആദിത്യനാഥ് പറയുന്നു. അവർ പറയുന്നു ലോകത്തിന്റെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ കോണുകളിൽ ഇരുന്നുകൊണ്ട് ആരെങ്കിലും മൊബൈൽ ഫോണിൽ എടുത്തു വെച്ചെന്ന് നോക്കിയാൽ ലോകാത്ഭുതങ്ങളിൽ ഒന്ന് താജ്മഹലാണ്. സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ആരാണ് ഇതിന്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ എന്ന് പറയുന്ന ചക്രവർത്തി തന്റെ പ്രിയതമയായ മുംതാസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പണിത ആ മനോഹരമായ മന്ദിരം.